കഴിഞ്ഞ ദിവസം NYCയിൽ നടന്ന റാലികളിലൊന്നിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് സ്റ്റേജിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു കർമ്മലീത്ത വൈദികനിൽ നിന്ന് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പും കർമ്മല ഉത്തരീയവും സ്വീകരിക്കുന്ന ചിത്രം കാണുവാനിടയായി. ഈ വൈദികൻ ഈ രണ്ട് വിശുദ്ധ വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ആശീർവദിച്ചു നൽകുകയും ചെയ്തു. മുൻ അമേരിക്കൻ പ്രസിഡന്റും ഈ നവംബർ മാസം നടക്കുന്ന അമേരിക്കൻ ഇലക്ഷനിലും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം അടുത്ത ദിവസങ്ങളിലായി 2 തവണ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ടതായി നാമൊക്കെ വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവല്ലോ. തികഞ്ഞ ദൈവവിശ്വാസിയും മാതൃഭക്തനുമായ അദ്ദേഹം ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈശോയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ ഉറച്ച വിശ്വാസം രേഖപ്പെടുത്തിയതിലൂടെ അത് എല്ലാവർക്കും മാതൃകയാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഉത്തരീയ ഭക്തിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ AD 1251 ജൂലൈ 15-ാം തീയതി പ്രാർത്ഥനാവസ്ഥയിലായിരുന്ന കർമ്മലീത്ത വൈദികനായ സൈമൺ സ്റ്റോക്കിന് കർമ്മലനാഥ പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയതായി നമുക്ക് അറിവുള്ളതാണല്ലോ. ഈ ഉത്തരീയം വിശ്വാസപൂർവ്വം ധരിക്കുന്നവർ നിത്യ നരകാഗ്നിയിൽ വീഴുകയില്ലെന്ന് മാതാവ് അദ്ദേഹത്തിന് വാഗ്ദാനം നൽകുകയും ചെയ്തു. ബെന്തിങ്ങ എന്ന പേരിൽ പ്രസിദ്ധമായ ഉത്തരീയം ഇന്ന് ധാരാളം ആളുകൾ വിശ്വാസപൂർവ്വം ധരിക്കാറുണ്ട്. കൂടാതെ ഇത് രക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ നിന്ന് സംരക്ഷണവും സമാധാനത്തിൻ്റെ വാഗ്ദാനവുമായിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇത് തൻ്റെ ബാഹ്യ വസ്ത്രമാകയാൽ ഭക്തി പുരസ്സരം ഉത്സാഹത്തോടുകൂടി ഇത് ധരിക്കുവാനും അത് അനുവർത്തിക്കുമ്പോൾ നിങ്ങൾ അവിരാമം തന്നെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായി കരുതപ്പെടുകയും ചെയ്യും എന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ ഇതുമൂലം താൻ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി. തിരുസഭയുടെ അംഗീകാരം നേടിയ 1917 ഫാത്തിമ ദർശനത്തിൽ മാതാവ് കയ്യിൽ വെന്തിങ്ങ ഉയർത്തിപ്പിടിച്ചിരുന്നതായി ദർശകർ വിവരിക്കുന്നുണ്ട്. ജപമാലയും വെന്തിങ്ങായും വേർപെടുത്താനാവാത്ത വിശുദ്ധ വസ്തുക്കളാണെന്നും വെന്തിങ്ങ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്കുള്ള സമർപ്പണത്തിന്റെ അടയാളമാണെന്നും ഫാത്തിമ ദർശകയായ സിസ്റ്റർ ലൂസി അഭിപ്രായപ്പെടുന്നു. 1981 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ നേരെ ഉണ്ടായ വധശ്രമത്തിൽ വെടിയേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് വെന്തിങ്ങ ഊരി മാറ്റരുതെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നതായി പറയുന്നു. ഇത് ധരിക്കുന്നത് ശീലമാക്കുന്നത് വഴി നാം നമ്മെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും അവളുടെ സഹായം സ്വീകരിച്ച് തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മെ ഒരുക്കുവാനും അത് സഹായമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൻ്റെ ചെറുപ്പകാലം മുതൽ വെന്തിങ്ങ ധരിച്ചിരുന്നതായും അതുവഴി വിശ്വാസം വഴി പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ താൻ അഭയം തേടിയിരുന്നുവെന്നും 2003 ജൂലൈ 16-ാം തീയതി കർമ്മലമാതാവിൻ്റെ തിരുനാളിന് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ആദ്യ കുർബാന സ്വീകരിച്ച സമയം മുതൽ മരണം വരെ വെന്തിങ്ങ ധരിച്ചിരുന്നു. വെന്തിങ്ങ ധരിക്കുന്നതിലൂടെ ഈശോയും പരിശുദ്ധ അമ്മയുമായുള്ള നമ്മുടെ ബന്ധം നാം പ്രകടിപ്പിക്കുകയാണെന്ന് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടിരുന്നു. വിശ്വാസത്തോടുകൂടി മരണം വരെ വെന്തിങ്ങ ധരിക്കുന്നവർക്ക് മാരക പാപാവസ്ഥയിൽ മരിക്കുവാൻ ഇടവരികയില്ലെന്നും അവർക്ക് മാനസാന്തരത്തിനുള്ള കൃപകൾ ദൈവം നൽകുമെന്നും മിസ്റ്റർ റോബർട്ട് ബെൽരാമിൻ അഭിപ്രായപ്പെടുന്നു. 12-ാം പിയൂസ് മാർപ്പാപ്പ വെന്തിങ്ങ ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം ഇതിലൂടെ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ഇസ്രായേൽ ജനത്തിന് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് മോശ 10 പ്രമാണങ്ങൾ നൽകി. ഈശോ വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ ശരീരരക്തങ്ങൾ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവജനത്തിനായി ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകിയ 2 ആയുധങ്ങളാണ് ജപമാലയും വെന്തിങ്ങായും. ഗ്രിഗറി 10-ാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ ഉത്തരീയം ധരിച്ചിരുന്നു. 600 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശവകുടീരം തുറന്നപ്പോൾ ഉത്തരീയം കേടുപറ്റാത്ത അവസ്ഥയിൽ കാണപ്പെട്ടതായി പറയുന്നു. ഇത് ഇറ്റലിയിലെ അരീസിയോ മ്യൂസിയത്തിൽ ഇപ്പോഴും കാണാം. ഇതുപോലെ തന്നെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെയും ശവകുടീരങ്ങളിൽ അവർ ധരിച്ചിരുന്ന ഉത്തരീയങ്ങൾ കേടുകൂടാതെ കാണപ്പെട്ടു. ഈ ആധുനിക കാലത്ത് വെന്തിങ്ങ ധരിക്കുന്നവർ വളരെ വിരളമാണല്ലോ. വിശ്വാസപൂർവ്വം വെന്തിങ്ങ ധരിക്കുന്നത് വഴി അന്ധകാര ശക്തികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. ജീവിതയാത്രയിൽ അന്ധകാര ശക്തികൾക്കെതിരെ പടപൊരുതുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന ആയുധങ്ങളാണ് ഇവ. ഇനിയും വരാൻ പോകുന്ന അപകടം നിറഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾക്ക് സ്വർഗീയ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി എപ്പോഴും വെന്തിങ്ങ ധരിക്കുന്നത് നന്നായിരിക്കും. ഇതുമൂലം മരണസമയത്ത് ആത്മാവിന് ആവശ്യമായ കൃപകൾ ലഭിക്കുന്നതിനാൽ എല്ലാവരും അഭിമാനപൂർവ്വം വെന്തിങ്ങ ധരിക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കും. മാതാപിതാക്കൾ കുട്ടികളെ വെന്തിങ്ങ ധരിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ലോകത്തെ കുട്ടികൾ
തീരെ സുരക്ഷിതരല്ലെന്ന് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെന്തിങ്ങായിലൂടെ നടന്ന അനേക അത്ഭുതങ്ങൾ നമുക്ക് വായിച്ചറിയാൻ സാധിക്കുമല്ലോ.